നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയുടെ വിഷയം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ്. ഗവർണറുടെ നയപ്രഖ്യാപനം. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസം വരെ ആർത്തവ അവധി എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് നിങ്ങൾ എത്ര പേര് കേട്ടു? അപ്പോൾ എൻ്റെ ഈ വീഡിയോ കൂടുതലായിട്ട് എൻ്റെ ചാനൽ കൂടുതലായിട്ട് കാണുന്നത് സ്ത്രീകളാണ്. നമുക്കിത് നോക്കുന്ന സമയത്ത് മനസ്സിലാവും. അപ്പോൾ എൻ്റെ പ്രേക്ഷകരോട് നിങ്ങളോട് ചോദിക്കുകയാണ്, എൻ്റെ വീഡിയോ കാണുന്ന പെൺകുട്ടികളുടെ അമ്മമാരോട്, സ്ത്രീകളോട് മാത്രമല്ല കേട്ടോ, സ്പെഷ്യലി പെൺകുട്ടികളുടെ അമ്മമാരോടും അച്ഛന്മാരോടും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് അറിയാൻ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. കാരണം വെച്ചാൽ ഈ ഒരു വിഷയം വന്ന സമയത്ത് ഞാനിത് ഫസ്റ്റ് കേട്ടപ്പോൾ ഞാനിതിനെ വെൽക്കം ചെയ്തു. ഇതിനൊരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്, ഇത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് അറിയില്ല, നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. പക്ഷേ ഞാനിന്ന് ഫേസ്ബുക്ക് നോക്കിയ സമയത്ത്, ഫേസ്ബുക്കിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതിനെക്കുറിച്ച് പല വിഷയങ്ങളും ചർച്ച ചെയ്യാറ്. ഫേസ്ബുക്ക് നോക്കിയ സമയത്ത് സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അത്യാവശ്യം കുറച്ച് വൈറലായിട്ട് ന്യൂസ് ചാനൽസും ഓൺലൈൻ മീഡിയ എല്ലാം റിപ്പോർട്ട് ചെയ്ത് അത് ഇയാളെടുത്ത് ഷെയർ ചെയ്തിട്ടുള്ളൊരു കാര്യം കണ്ടു. അപ്പോൾ സന്തോഷ് പണ്ഡിറ്റിൽ അതിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ചില കാര്യങ്ങളോട് യോജിപ്പുണ്ട്, ചിലതിനോട് ആസ് യൂഷ്വൽ വിയോജിപ്പുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുന്നത്. ആദ്യം ഈ ന്യൂസ് എന്താണെന്നുള്ളത് നോക്കാം. ന്യൂസിലേക്ക് കടക്കുന്നതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ, നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒരുവിധം ആൾക്കാരൊക്കെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കത് പുതിയ ഇതുപോലത്തെ ടോപ്പിക്സൊക്കെ കൊണ്ടുവരുന്നതിന് ഒരു സപ്പോർട്ടായിരിക്കും. രണ്ടാമത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോഴേ ഇപ്പോഴത്തെ യൂട്യൂബിൻ്റെ അൽഗോരിതം പ്രകാരം നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോസ് റെക്കമെൻഡേഷനായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക, നിർബന്ധമായിട്ട് കമൻറ്റ് ചെയ്യുക. ന്യൂസ് ഇങ്ങനെയാണ്. സ്കൂളുകളിലും ഇനി ആർത്തവ അവധി. ചരിത്രപരമായ ചുവടുവെപ്പുമായി കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് വലിയ ആശ്വാസമേകുന്ന ഒരു സുപ്രധാന പ്രഖ്യാപനവുമായാണ് സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത്. സ്കൂൾ കുട്ടികൾക്ക് പ്രതിമാസം 3 ദിവസം വരെ ആർത്തവ അവധി അനുവദിക്കുവാൻ സർക്കാർ പദ്ധതിയിടുന്നതായി നിയമസഭയിലെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ വ്യക്തമാക്കുകയുണ്ടായി. മെൻസ്ട്രുവൽ ഡിഗ്നിറ്റി പ്രോജക്റ്റ് മെൻസ്ട്രുവൽ ഡിഗ്നിറ്റി പദ്ധതിയുടെ ഭാഗമായി ഈ വലിയ മാറ്റം നടപ്പിലാക്കുന്നത്. നേരത്തെ സംസ്ഥാന സർവകലാശാലകളിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആർത്തവ അവധി വിജയകരമായി നടപ്പിലാക്കി രാജ്യാന്തര ശ്രദ്ധ നേടിയിരുന്നു. ഇതിന് തുടർച്ചയായാണ് ഇപ്പോൾ സ്കൂൾ വിദ്യാർത്ഥിനികളിലേക്കും ഈ ആനുകൂല്യം എത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അവധി ദിവസങ്ങളിൽ കുട്ടികൾക്ക് നഷ്ടമാകുന്ന പഠന ഭാഗങ്ങൾ വീണ്ടെടുക്കാൻ വാരാന്ത്യങ്ങളിൽ പ്രത്യേക ക്ലാസുകൾ, വീക്കെൻഡ് കാച്ചപ്പ് ക്ലാസ്സസ് ഒരുക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. ഇതൊക്കെ ആണ് അതിൽ വിമർശനവും കാര്യങ്ങളുമായിട്ട് വരുന്നത്. ആർത്തവ നാളുകളിലെ ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ തിരിച്ചറിഞ്ഞ് കുട്ടികൾക്ക് സുരക്ഷിതവും പിന്തുണയേകുന്നതുമായ അന്തരീക്ഷം ഒരുക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സ്ത്രീ സൗഹൃദപരമായ ഒരു സമൂഹ സൃഷ്ടിക്ക് ഇതൊരു വലിയ മാതൃകയാണ്. നമ്മൾ കണ്ടതാണല്ലോ KSRTCയിലുള്ള ഒരു ലേഡീസിൻ്റെ ഒരു ഫ്രീ കൊടുത്ത പ്രഖ്യാപനം കാര്യങ്ങളൊക്കെ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനൊരു സംഭവം കൂടി വരുന്നതിനോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും രേഖപ്പെടുത്തേണ്ടതാണ് ഈ ഒരു വിഷയത്തിൽ. ഇനി ഇതിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. ഈ സന്തോഷ് പണ്ഡിറ്റ് ഇതിന് വേറൊരു ആംഗിളിലൂടെ കണ്ടിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. ചില കാര്യങ്ങളോട് വലിയ യോജിപ്പുണ്ട്, ചില കാര്യങ്ങളും വിയോജിപ്പുണ്ട്. അത് അങ്ങനെ തന്നെ മനുഷ്യ സഹജമാണ്. ചിലത് യോജിക്കാതിരിക്കാം. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ആസ് എ പേരൻറ്റ്, ഞാനൊരു പെൺകുട്ടിയുടെ അച്ഛൻ എന്നുള്ള കണ്ടീഷനിൽ ഞാൻ ഈ ഒരു വിഷയത്തെ സ്വാഗതം ചെയ്യുന്നു. ഈ മെൻസ്ട്രുവൽ സൈക്കിൾ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ആർത്തവം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ഇതിപ്പോൾ ഇങ്ങനെ കൊടുത്തു. സ്ത്രീകൾക്ക് പ്രത്യേക ആനുകൂല്യം കൊടുത്തിട്ട് അവരെ ലെസ് കേപ്പബിളായിട്ട് ചിത്രീകരിക്കുകയല്ല കേട്ടോ. പല സ്ഥലത്തും ഞാൻ ഇതുപോലത്തെ കമൻസ് കണ്ടു. ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ സ്ത്രീകളെ കേപ്പബിൾ അല്ലാത്ത ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇത് വരുന്ന സമയത്ത് ഈ ഒരു പെർട്ടിക്കുലർ ടൈമിൽ അവർ ലെസ് കേപ്പബിൾ ആയി പോവും, അങ്ങനെ അവരെ ഒരു കേപ്പബിൾ അല്ലാത്ത ആൾക്കാരായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലാണ് ഈ ഒരു പ്രസ്താവന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ആ ഒരു രീതിയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. പുരുഷന്മാരെ പോലെ, അല്ലെങ്കിൽ ഒരുപക്ഷെ ചില മിക്ക സാഹചര്യങ്ങളിലും പുരുഷന്മാരെക്കാളും കൂടുതൽ പല കാര്യങ്ങളും ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും കഴിവുള്ള സ്ത്രീകൾ നമുക്കിടയിലുണ്ട്. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ അമ്മയിലൂടെയും ഭാര്യമാരിലൂടെയും ഇനിയിപ്പോൾ വരുന്ന പെൺമക്കളാണെന്നുണ്ടെങ്കിലും സഹോദരി ആരാണെന്നുണ്ടെങ്കിലും നമ്മളെക്കാൾ ഒരുപാട് കേപ്പബിൾ ആയിട്ടുള്ള സ്ത്രീകൾ നമ്മൾ ചുറ്റും കണ്ടിട്ടുണ്ട്. ഒരുപാട് എൻ്റെ മനസ്സിലേക്ക് ഞാൻ കണ്ണടക്കുന്ന സമയത്തും ഒരുപാട് പേരുകൾ വരുന്നുണ്ട്. നിങ്ങൾക്കും ഉണ്ടായിരിക്കും അത്. അപ്പോൾ ഇത് അങ്ങനെ ഒരു ആംഗിളിൽ കാണില്ല. പക്ഷേ ഞാനിതിനെ കണ്ട സമയത്ത് എന്താ അറിയോ, ഈ പഴയ കാലമല്ല. ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചില രണ്ടും ഉണ്ട് ഇതിൽ കേട്ടോ. സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു കാര്യം പറയട്ടെ, പഴയ കാലമല്ല. നിങ്ങളും അഭിപ്രായം കമൻറ്റ് ചെയ്യും. അതായത് ഈ പണ്ടൊക്കെ കുട്ടികൾ കുറച്ച് പ്രായം 13 വയസ്സ് ആയിക്കഴിഞ്ഞാലൊക്കെയാണ് ഈ വയസ്സറിയിക്കാറ് അല്ലേ. പക്ഷേ ഇപ്പോൾ നേരെ തിരിഞ്ഞിട്ടുണ്ട്. ഭക്ഷണ രീതി കൊണ്ടാണ്, ഹോർമോണൽ ചേഞ്ചസ് ആണ്, അങ്ങനത്തെ പല ഫാക്ടേഴ്സും ഉണ്ട്. ഈ കാരണങ്ങൾ കൊണ്ട് കുട്ടികളൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഇതുപോലെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അവർ ആ ഒരു കാര്യത്തിനോട് അഡ്ജസ്റ്റഡ് ആയിരിക്കില്ല. അവർക്ക് ലോകവിവരമല്ല, അവരെങ്ങനെ ഇതിനോട് അഡ്ജസ്റ്റഡ് ആവുമെന്ന് അവർക്ക് അറിയില്ല, സംഭവം അറിയില്ല. അപ്പോൾ ഇൻ എ വേ ഈ ഒരു സംഭവം എനിക്ക്
അത് നല്ലതായി തോന്നി. പക്ഷേ ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. പ്രത്യേകിച്ച് ഈ ഒരു ക്ലാസ്സിൻ്റെ ഒരു സംഭവം കൂടി കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, ക്ലാസ് മിസ്സാക്കുന്ന സമയത്ത്. അപ്പോൾ സ്കൂളുകൾ ഇതിലെങ്ങനെ എൻ്റെ വീഡിയോ ആരെങ്കിലും സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ടീച്ചേഴ്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം. ഇനി ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ സന്തോഷ് പണ്ഡിറ്റിൻ്റെ, നിങ്ങളിപ്പോൾ ഞാൻ കാണിച്ചു തരാം, സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് കേട്ടോ. പണ്ഡിറ്റിൻ്റെ രാഷ്ട്രീയ നിരീക്ഷണം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് ഓരോ മാസവും 3 ദിവസത്തെ ആർത്തവ അവധി നൽകുവാനുള്ള UDF സർക്കാരിൻ്റെ പ്രഖ്യാപനം മികച്ചതാണ്. ഈ കാലയളവിൽ പല സ്ത്രീകളും കടുത്ത വേദനയിലൂടെ കടന്നു പോകുന്നു എന്നത് സത്യമാണ്. അത് വല്ലാത്തൊരു പീരീഡാണ്, വല്ലാത്തൊരു ടൈം, ഒരു സമയമാണ് കേട്ടോ സ്ത്രീകളെ സംബന്ധിച്ച്. നമ്മളെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പെയിൻ ആണെങ്കിലും മാനസികമായിട്ടും എല്ലാം അവർക്ക് വലിയൊരു ചലഞ്ച് നേരിടുന്ന സമയമാണ്. എല്ലാ KSRTC ബസ്സിലും സ്ത്രീകൾക്ക് ഫ്രീ സൗജന്യ യാത്ര, കൂടുതൽ പെൻഷൻ എന്നിവ പോലെയല്ല ഈ തീരുമാനം. സർക്കാരിന് പുതുതായി ഒരു 5 പൈസയുടെ ചിലവും ഇല്ലാത്ത പദ്ധതി ആയതിനാൽ ഈ 3 ദിവസം അവധി മാത്രം ഉടൻ നടപ്പിലാക്കും. പക്ഷേ എൻ്റെ സംശയങ്ങൾ സന്തോഷ് പണ്ഡിറ്റിൻ്റെ സംശയങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ പെൺകുട്ടികളെ പഠിപ്പിക്കുന്ന സ്ത്രീകളായ ടീച്ചർമാർക്കും അവധി കൊടുക്കണ്ടേ? ടീച്ചറും പെണ്ണല്ലേ? അതെന്താ അവരോട് ഒരു ചിറ്റമ്മ നയം? അതെന്താ സർക്കാർ അവർക്ക് 3 ദിന എക്സ്ട്രാ അവധി മാസത്തിൽ കൊടുക്കാത്തത്? ഇതാണ് പണ്ഡിറ്റിൻ്റെ ആദ്യത്തെ ചോദ്യം. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നു, ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവരാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ടൈം പീരിയഡ്സ് ആവുന്ന അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ രണ്ടും ഒരുപോലെ അല്ല. അതിന് റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ അല്ല, അത്രമാത്രം. മറ്റ് സർക്കാർ ജോലികളിലും പ്രൈവറ്റ് ജോലിയും ചെയ്യുന്ന സ്ത്രീകൾക്ക് ആർത്തവം എല്ലാ മാസവും സംഭവിക്കുന്നുണ്ട് എന്ന് സർക്കാർ മനസ്സിലാക്കണം. അതിനാൽ തൊഴിലുറപ്പടക്കം ജോലി ചെയ്യുന്ന മുഴുവൻ സ്ത്രീകൾക്കും ശമ്പളത്തോടെ 3 ദിവസത്തെ ഈ അവധി കൊടുക്കണം. വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ആർത്തവം ഉണ്ടാകുന്നത്. അടുക്കളപ്പണി എടുക്കുന്ന സ്ത്രീകൾക്കും ആർത്തവ ദിവസങ്ങളിൽ 3 ദിവസം അടുക്കള ജോലി ഭർത്താവ് ചെയ്യിപ്പിക്കരുത് എന്നൊരു ഓർഡർ കൂടി സർക്കാർ ഇടണം. വെറും ബാലിശമായിട്ടില്ല. എനിക്ക് സന്തോഷ് പണ്ഡിറ്റിൻ്റെ പല കാര്യത്തിനോടും ഇതൊക്കെ യോജിപ്പുള്ളൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം സുഹൃത്തെ നിങ്ങളോട് യോജിക്കാൻ കഴിയില്ല. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ യോജിക്കാൻ കഴിയില്ല. ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. പലരും ഇപ്പം നിങ്ങൾ അടുക്കളപ്പണി എടുക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അടുക്കളപ്പണി എടുക്കുന്ന സ്ത്രീകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ഇതിൽ കാണിച്ചൊന്നും എനിക്കറിയില്ല. ഇറ്റ്സ് നോട്ട് ഈസി ടു ബി എ ഹൗസ് വൈഫ് അല്ലേ? അപ്പോൾ അവരാണെങ്കിലും പുറത്ത് ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിലും ഇപ്പോൾ തൊഴിലുറപ്പാണെങ്കിലും ബ്ലൂ കോളർ വൈറ്റ് കോളർ ഏത് ജോബാണെങ്കിലും ഒരാളെയും നമുക്ക് ഒരുപോലെ കമ്പയർ ചെയ്യാൻ കഴിയില്ല. പൃഥ്വിരാജ്, പിന്നെ ഫഹദ് ഫാസിൽ, ഉണ്ണി മുകുന്ദൻ, ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, സന്തോഷ് പണ്ഡിറ്റ്, ഇവർക്ക് എല്ലാവരും സിനിമ നടന്മാരാണ്, അല്ലെങ്കിൽ ഡയറക്ടേഴ്സോ ഹൂവർ അല്ലേ? ഇവർക്ക് ആർക്കും തുല്യ വേതന അല്ല. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. പൃഥ്വിരാജിനും ഫഹദ് ഫാസിലിനും ടോവിനോയ്ക്കും സന്തോഷ് പണ്ഡിറ്റിനും ഒരേ വേതനമല്ല ഒരേ ജോലി ചെയ്യുന്ന കാര്യത്തിന് കിട്ടുന്നത്. അവിടെ ഒരു കൺസിഡറേഷൻ ഞാൻ ഇതിലായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞതല്ല, വേറൊരു ആംഗിളിലൂടെ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞാൽ കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. സപ്പോസ് ഒരേ മാസം തന്നെ ഒന്നിൽ കൂടുതൽ ഒരു തരികിട കുട്ടി ആർത്തവ ലീവ് എടുത്താൽ എന്ത് ചെയ്യും? ഇത് ഇംപ്ലിമെൻറ്റേഷൻ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങളിപ്പോൾ ഈ തരികിട കുട്ടി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനത്തെ ന്യൂസ് കേൾക്കുന്ന സമയത്ത് ഒരിക്കലും ഓടിയെത്തുന്നത് കുട്ടികൾ തരികിട കാണിച്ച് ലീവ് എടുക്കുന്നല്ല. പക്ഷേ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു പ്രശ്നമല്ല, പലർക്കും പല രീതിയിലാണ് ഇത് വരിക. ചില ആൾക്കാർ ഞാൻ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഒരു വിഷയം ഉണ്ടായിട്ടില്ല, ചിലപ്പോൾ അത് ഭയങ്കര പെയിൻഫുൾ പ്രോസസ്സായിരിക്കും. അത് മെയിൻ എന്താ വെച്ചാൽ സ്കൂളിൽ വെച്ച് കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത്, ചെറിയ പ്രായത്തിൽ അത് ഉണ്ടാവുന്ന സമയത്ത് അവർക്ക് അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശരിയാണ് പ്രോപ്പർ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കണം, അവയർനെസ് കൊടുക്കണം, പഠിപ്പിക്കണം, ഒരു അവബോധം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം, എല്ലാം ശരിയാണ്. പക്ഷേ ആ ഒരു സമയത്ത് 3 ദിവസം കമ്പൽസറി ആയിട്ട് ഉടനെ കുട്ടി വീട്ടിൽ പോയി ഇരിക്കാന്നല്ല, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾ 3 ദിവസം വരെ അവർക്ക് ഇതിനുള്ളൊരു പ്രൊവിഷൻ കൊടുക്കാം. ഇനി അത് നിർബന്ധമായിട്ടും കുട്ടി എടുത്തോളണമെന്നില്ല. അത് ഇംപ്ലിമെൻ്റ് ചെയ്യൽ പല കാരണങ്ങളും പല രീതികളും ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ ചിലപ്പോൾ ഡയറക്റ്റായിട്ട് 3 ദിവസം കൊടുക്കാതെ ഒരു കുട്ടിക്ക് ഒരുപക്ഷെ ഒരു വർഷത്തിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഋതുമതി ആയിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു വർഷം ഒരു 20 ലീവ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 30 ലീവ് ടോട്ടൽ 20 ലീവ് 25 ലീവ് അവർക്ക് കൊടുക്കുക. എന്നിട്ട് അവർക്ക് ഇപ്പോൾ ഫൈനൽ സ്റ്റേജിൽ ഈ കുട്ടി ഒരുപക്ഷെ ചിലപ്പോൾ അറ്റൻഡൻസ് തികയാത്തൊരു സിറ്റുവേഷൻ വരുന്നൊരു സ്ഥിതി വരുന്നതായിരിക്കാം. അങ്ങനെ ഈ ഒരു ലീവ് അഡ്ജസ്റ്റ്, ഇപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസിലൊക്കെ ഉണ്ടല്ലോ 30 ദിവസം 20 ദിവസം ക്യാഷ്വൽ ലീവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. അതുപോലെ ഒരു ലീവ് സിസ്റ്റം കൊണ്ടുവരുന്നത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ എൻ്റെ ഒരു ഇതിൽ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. അല്ലാണ്ട് ഇത് ഇങ്ങനെ തരികിട കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ എനിക്കെന്തോ യോജിക്കാൻ കഴിയുന്നില്ല. ഒരു ക്ലാസ്സിൽ 50 പെൺകുട്ടികളുണ്ടെങ്കിൽ ഇവരുടെ മൊത്തം ആർത്തവ ദിവസങ്ങൾ ഒരു പാവം ടീച്ചർ എങ്ങനെ ഓർത്ത് വയ്ക്കും? ഈ വിഷയത്തിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലേ? പുരുഷ മാഷാണെങ്കിൽ ഇങ്ങനെ മാസത്തിൽ 1 കൂടുതൽ ആർത്തവം ഉണ്ടായെന്ന് പറഞ്ഞ് വിദ്യാർത്ഥിനികൾക്ക് ബഹളം വെച്ച് ലീവ് എടുത്താൽ ആരോട് പോയി ചോദിക്കും? ഇതെല്ലാം പ്രായോഗിക ബുദ്ധിമുട്ടാണ്. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഈ കുട്ടികൾക്ക് ഈ സർക്കാർ ഉത്തരവ് പ്രകാരം ഈ ഒരു
എന്താ പറയുക, ലീവിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാനുള്ള ആ മിസ്സായ ക്ലാസ്സസ് എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ ഒരു നിയമം പോലെ വരികയാണല്ലോ, ഇങ്ങനെ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സംഭവത്തിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് ഇപ്പോൾ സ്കൂളുകളിൽ എനിക്ക് തോന്നുന്നില്ല, അതും കൂടി പറയണമല്ലോ, ഒരു കുട്ടിയും ഇതിൻ്റെ പേരിൽ വയ്യാത്തൊരു കുട്ടീനെ പിടിച്ച് നിർബന്ധിച്ച് ക്ലാസ്സിൽ ഇരുത്തിപ്പിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഈ അവധി മിസ്യൂസ് ചെയ്യുവാൻ അനുവദിക്കരുത്. ആർത്തവ സമയത്ത് സ്കൂൾ കോളേജ് പരീക്ഷകൾ വന്നാൽ എന്ത് ചെയ്യും? ഈ വേദനയും വെച്ച് എക്സാം എഴുതുന്ന ബുദ്ധിമുട്ടല്ലേ? PSC എക്സാം ഈ ദിവസങ്ങളിൽ സംഭവിച്ചാൽ എന്ത് ചെയ്യും? ഇത് വെച്ച് എങ്ങനെ യാത്ര ചെയ്യും? ഞാനായിരുന്നു സർക്കാരെങ്കിൽ ഈ ആവശ്യത്തിന് ശരിക്കും ഒരു ദിവസത്തെ ലീവ് ടീച്ചർമാർക്കും എല്ലാ സ്ത്രീകളായ ജീവനക്കാർക്കും മാസത്തിൽ ഒരു എക്സ്ട്രാ ലീവ് നൽകും. യെസ്, സ്ത്രീകൾ കാരണം പോലും ലീവ് അപ്ലിക്കേഷനിൽ പറയേണ്ട നിയമം കൊണ്ടുവരും. ഇങ്ങനെ 3 ദിവസം ലീവ് കൊടുത്ത് വിളിച്ചു കൂവില്ല. ഓക്കെ, അതൊരു സാധാരണ എക്സ്ട്രാ ലീവായി കണക്കാക്കിയാൽ മതിയായിരുന്നു. ഇനി കൂടുതൽ വേദന കാരണം ക്ലാസ്സിൽ വരുവാൻ പറ്റാത്ത വിദ്യാർത്ഥിനികൾക്ക് രക്ഷിതാവിൻ്റെ റിക്വസ്റ്റ് കിട്ടുന്ന മുറയ്ക്ക് എക്സ്ട്രാ ലീവ് കൊടുത്താൽ പോരെ? ഇതിലും കഠിനമായ പോലീസ് ട്രെയിനിങ്, IAS IPS ട്രെയിനിങ്, NCC എക്സെട്ര സമയത്തൊക്കെ പാവം യുവതികൾ ആർത്തവം സംഭവിച്ചാൽ ഈ പീരിയഡ്സ് ഒരുപാട് കഷ്ടപ്പെടുന്നു. അതും ചിന്തിച്ച് സർക്കാർ അവർക്ക് എക്സ്ട്രാ ലീവ് കൊടുക്കണം. ആർത്തവം ഒരു ബയോളജിക്കൽ പ്രോസസ്സല്ലേ. ചിലർക്ക് ദിവസങ്ങളോളം വേദന തുടരും, ചിലർക്ക് ആദ്യ ദിവസം മുതൽ ഒരു പ്രശ്നം ഉണ്ടാകില്ല. മാസത്തിൽ ആരും അറിയാതെ ഒരു എക്സ്ട്രാ ലീവ് കൊടുക്കുന്നത് തീർത്തും ന്യായം. വാൽകഷ്ണം, പെൺകുട്ടികൾക്ക് ഒരു ഉഗ്രൻ ഐഡിയ പറഞ്ഞു തരാം, രഹസ്യമാണ്. സപ്പോസ് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ പീരിയഡ്സ് ആയാൽ തിങ്കളാഴ്ച ആണ് പീരിയഡ്സ് ആയതെന്ന് പറഞ്ഞ് 3 ദിവസം ലീവ് എടുത്ത് അടിച്ചു പൊളിക്കുക. ഓണം, ക്രിസ്മസ് എക്സ്ട്രാ ഹോളിഡേയിൽ സംഭവിച്ചാലും സ്കൂൾ കോളേജ് തുറന്നതിന് ശേഷം സംഭവിച്ചു എന്നും പറഞ്ഞ് ബുദ്ധിപൂർവ്വം 3 ലീവ് എടുത്ത് ദൂരെ ടൂറിന് പോയി അടിച്ചു പൊളിക്കുക. ആർത്തവം എന്നത് 2026 മെയ് മാസം മുതൽ തുടങ്ങിയ ഒരു പുതിയ സംഭവമല്ല എന്ന് പറഞ്ഞാൽ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞു. സന്തോഷ് പണ്ഡിറ്റ് കാണുന്ന ആംഗിൾ കുട്ടികൾ ഉഴപ്പുന്നു എന്നുള്ളൊരു കണ്ടീഷനിൽ മാത്രമാണ് അയാൾ കാണുന്നത്. അതായത് പോസിറ്റീവ് ഔട്ട്ലുക്ക് ഈ കുട്ടികളോട് കാണിക്കുന്നില്ല എനിക്ക് എന്നയാളുടെ സംസാരത്തിൽ തോന്നിപ്പോയി. പോസിറ്റീവായിട്ട് ഇതിനെ കാണാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ആൾക്കാരും യോജിക്കുന്നുണ്ട്. ഈ കാലം കഴിഞ്ഞവർ അല്ലേ മുൻപുള്ള സ്ത്രീകളും, ഇപ്പോൾ മാത്രം എന്തിനാ ഇത് പുതുമ? പണ്ട് കാലങ്ങളിൽ ഇതൊന്നും ആരും അറിയിക്കുക പോലുമില്ല, കാലം പോയൊരു പോക്കെ. അങ്ങയുടെ വീക്ഷണത്തോട് യോജിക്കാൻ പറ്റുന്നില്ല. യോജിക്കാൻ പറ്റുന്നില്ല. പീരിയഡ് സമയത്ത് ഹീമോഗ്ലോബിൻ വളരെ കുറയും. കുട്ടികൾക്ക് വലിയവരുടെ അത്രയും ആരോഗ്യമില്ല. പ്രതിരോധിക്കാനുള്ള ശരീരത്തിൻ്റെ അവസ്ഥയും കുറവാണ്. ഇപ്പോൾ പണ്ട് നമ്മുടെ അവിടെ ഈ ആർത്തവ സമരങ്ങളൊക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ് നമ്മളുടെ നമ്മുടെ നാട്ടിൽ. പിന്നെ ഇതിന് വിമർശിക്കുന്നവർ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, നമ്മുടെ നാടിനെ ഇനിയും പുറകോട്ട് കൊണ്ടുവരികയാണോ, സ്ത്രീകളെ കേപ്പബിൾ അല്ലാത്ത ആൾക്കാരായിട്ട് മാറ്റിയിട്ട് പുറകോട്ട് കൊണ്ടുവരികയാണോ എന്നുള്ള രീതിയിലുള്ള സംസാരം വരുന്നുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ട് അതുമൂലം വന്നാൽ കുട്ടികൾക്ക് ആരോടും പറയില്ല. വലിയവരുടെ കൂട്ട് സ്വയം രക്ഷപ്പെടാനുള്ള അവർക്ക് വഴി അറിയില്ല. കുട്ടികളുടെ യാത്ര നടന്നും സൈക്കിളിലും ഒക്കെയാണ്. പ്രായമായവർ കൂടുതലും 2 വീലർ 4 വീലർ യാത്ര ചെയ്യുന്ന വഴിയുമുണ്ട്. മെൻസസ് പീരിയഡ്സിൽ വീക്ക് ആവുന്നത് ഒരു സത്യമല്ലേ? അതും പൊതുവെ സ്ത്രീകൾ വീക്കാണെന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? പീരിയഡ് സമയത്ത് പരമാവധി വിശ്രമം വേണം എന്നുള്ളത് സത്യമല്ലേ? പലർക്കും ഹീമോഗ്ലോബിൻ 5-ൽ താഴെയാകും. അപ്പോൾ എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥ, തലവേദന, ഛർദിയൊക്കെ ഉണ്ടാവും. സമയത്തുള്ള ചികിത്സ ഈ സമയത്ത് വേണം. ഇതൊക്കെ കിട്ടാനുള്ള വിഷമം കൊണ്ടല്ല ശബരിമല പോലും സ്ത്രീകൾ വിലക്ക് അറിയുന്നവർ. എക്സാംസ്, ഇൻ്റർവ്യൂ എന്നൊക്കെ എന്ത് ബാലിശമായ കാര്യങ്ങളാണ്. നമ്മൾക്ക് സുഖമില്ലെങ്കിൽ എക്സാമിന് ഇൻ്റർവ്യൂവിന് പോകുമോ? മിസ്യൂസ് ചെയ്യുന്ന കാര്യം കൊള്ളാം. മാസത്തിൽ 3 ദിവസമല്ലേ ഉള്ളൂ ഈ അവധി. ഒരു പ്രായമായ കുട്ടി ഇതിൻ്റെ പേരിൽ 3 ദിവസം അവധി എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കട്ടെന്ന് ആർക്കും ഒരു നഷ്ടമില്ലല്ലോ. കൊച്ചു കുട്ടികൾ വിശ്രമിക്കുകയോ ഉറങ്ങുകയോ കളിക്കുകയോ ഒക്കെ ചെയ്യട്ടെ. അത് കാണാൻ മാതാപിതാക്കൾക്ക് സന്തോഷമല്ലേ? എത്രയോ സ്കൂൾ ദിനങ്ങൾ സമരവും ഒക്കെയായി നഷ്ടപ്പെടുത്തുന്നു. വളരെ വാലിഡായിട്ടൊരു പോയിന്റ് കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കട്ടെ. നമ്മുടെ നാട്ടിൽ ഈ എത്രയോ കുട്ടികൾ സ്ട്രൈക്ക്, പല പ്രശ്നങ്ങളായിട്ട് ഇവർക്കൊന്നും പഠനം മുടങ്ങാതിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടോ? ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഇതിൽ പറഞ്ഞ പോലെ ഇയാൾ ചോദിക്കുന്നൊരു ചോദ്യം, കുട്ടികൾക്കൊരു ടിപ്പ് പറഞ്ഞു തരാമെന്നുണ്ട് ലാസ്റ്റ് സാധനം പറഞ്ഞില്ലേ. നമ്മുടെ നാട്ടിൽ കുട്ടികളെ നല്ല ഒരു സിറ്റിസണായിട്ട് വളരാൻ, നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് വളരാൻ, മോറൽ വാല്യൂസ് കാത്തു സൂക്ഷിച്ച് റെസ്പെക്റ്റോടുകൂടി നല്ല ഒരു സിറ്റിസണായിട്ട് മുന്നോട്ട് വളരാൻ പൊതുമുതൽ നശിപ്പിക്കാതെ അതൊക്കെ സംരക്ഷിച്ച് നമ്മുടെ റിസോഴ്സസൊക്കെ കാത്തു സൂക്ഷിച്ച് അങ്ങനെ വളരാൻ പറഞ്ഞിട്ട് പഠനമല്ലാതെ ഒരു സിറ്റുവേഷൻ ഉണ്ടോ നമ്മുടെ നാട്ടിൽ? അങ്ങനെ ഒരു പഠന രീതി ഉണ്ടോ? ബുക്സ് വായിച്ച് പഠിക്കല്ലാത്ത രീതിയിൽ പ്രായമായ സ്ത്രീകളെ കുട്ടികളുമായി താരതമ്യം ചെയ്യേണ്ട കാര്യമില്ലെന്ന് ഇനി പ്രത്യേകം പറയണ്ടല്ലോ. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേക പദ്ധതി നടപ്പാക്കാൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 സമത്വം ഉണ്ടെങ്കിലും അനുവദിക്കുന്നു. 14-ൽ ഇക്വാലിറ്റി പറയുന്നിടത്തും എക്സെപ്ഷൻ പറയുന്നു. ഹവർ ഗവൺമെൻറ് ക്യാൻ ഇംപ്ലിമെൻറ്റ് സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ വിമൻ ആൻഡ് ചിൽഡ്രൻ. ആർക്കും ഒരു ഉപദ്രവമില്ലാത്ത ഒരു കാര്യത്തിനോട് യോജിക്കാനാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കളിച്ചിരി കാണാൻ ഇപ്പോഴത്തെ മാതാപിതാക്കൾക്കും സമയം ലഭിക്കാറില്ല. പഠിത്തം തീരും മുമ്പേ വിവാഹം കഴിച്ച് അവൾ എവിടെയോ പോയിരിക്കും.
എന്നും പറഞ്ഞിട്ടാണ് പുള്ളി എഴുതിയിട്ടുള്ളത്. അതിന് റിപ്ലൈ കൊടുത്തിട്ട് ഞാൻ ഇതിനൊന്നും എതിരല്ല, കൂടെ ടീച്ചർമാർക്ക് 3 ദിവസം ശമ്പളത്തോടെ അവധി വേണമെന്നേ പറഞ്ഞുള്ളൂ. ഇതാണ് ഈ ഒരു വിഷയം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാനിതിൽ കാര്യമായിട്ട് ഞാനിപ്പോൾ ആസ് എ പേരൻറ്റ് ഞാനിതിനെ വെൽക്കം ചെയ്യുന്നു. പക്ഷേ ഇത് ഇംപ്ലിമെൻറ്റേഷൻ്റെ സമയത്ത് ഡെഫിനറ്റ്ലി ഇതിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അത് പ്രോപ്പറായിട്ട് ഇപ്പോൾ വെറുതെ ഒന്നും ഇപ്പോൾ ഒരു ആൾ വിളിച്ച് പറഞ്ഞു എന്ന് വെച്ചിട്ട് പിന്നെ ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഞാൻ ഇതിനെ കാണുന്നില്ല, ഞാനെന്തോ കാണുന്നില്ല. അപ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളും ഈ ഒരു വിഷയത്തിലുണ്ടായിരിക്കും. എന്താണ് നിങ്ങളുടെ ഈ ഒരു വിഷയത്തിൽ അഭിപ്രായം? ഈ ഒരു വീഡിയോയിൽ പ്രത്യേകിച്ചും എനിക്ക് നിങ്ങളുടെ അഭിപ്രായം അറിയണം. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.